കറുപ്പും വെളുപ്പും പോലെ, രാത്രിയും പകലും പോലെ ഓരോ മനുഷ്യനിലും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ എപ്പോഴും എല്ലാവരും പ്രകാശത്തെയാണ് ആഗ്രഹിക്കുന്നത്. തമസല്ലോ സുഖപ്രദം എന്ന് കവി വെറുതെ ഒരു പരിഹാസ രൂപേണ പാടിയതാണ്. പ്രകാശം തന്നെയാണ് നല്ലത്. നമ്മുടെ മനസ്സിനകത്തുള്ള പോസിറ്റിവിറ്റി നമ്മളെ നർച്ചർ ചെയ്തെടുക്കുക. ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് എനിക്കിത് പറയാനായിട്ടുള്ള കാരണം. കണ്ടക്ടറോട് ചില്ലറ ചോദിച്ചതിന് ഒരു മധ്യവയസ്കനെന്ന് പറയാൻ പറ്റില്ല, വന്ധ്യവയോധികനെ അയാൾ മർദ്ദിച്ചു കൊന്നു. എന്താണ് അതിന് കാരണം? ആ കണ്ടക്ടറുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ കാരണങ്ങളുണ്ടാവും. ശമ്പളം കിട്ടാത്ത അമർഷം, അതുപോലെ തന്നെ അയാളുടെ വീട്ടിലുള്ള പല നെഗറ്റീവ് കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മദ്യത്തിനോ ലഹരിക്കോ അടിമയുമായിരിക്കാം. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആ തീവ്രമായ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ദേഷ്യം അത് പുറത്തു വന്നു. രാക്ഷസീയമായ അല്ലെങ്കിൽ സാത്താൻ്റെ ഇൻഫ്ലുവൻസ് പുറത്തേക്ക് വരികയും അത് ആ വന്ധ്യവയോധികനെ അടിച്ചു കൊല്ലാൻ കാരണമാവുകയും ചെയ്തു. ഒന്ന് കൺട്രോൾ ചെയ്തെങ്കിലോ? സ്വന്തം അപ്പനോടും പ്രായമുള്ള ഒരാൾ അയാളെ ഇങ്ങനെ മർദ്ദിച്ച് കൊല്ലുന്നത്, അയാളുടെ ദേഹത്ത് കൈവയ്ക്കുമ്പോൾ പോലും നമ്മുടെ കൈയൊന്ന് വിറയ്ക്കില്ലേ? അപ്പോൾ അയാളിൽ നിന്ന് ദൈവം അകന്നു മാറിയിരിക്കുന്നു. അയാളിൽ സാത്താനാണ് കുടികൊള്ളുന്നത്. ഇന്നും നമ്മുടെ പല ആഹാര രീതികൾ കൊണ്ടും, അതായത് പ്രോസസ്ഡ് ഫുഡിലും മറ്റും അടങ്ങുന്ന ടോക്സിക് സാധനങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ കൊണ്ടും നമ്മുടെ ബ്രെയിനിലെ സെല്ലുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാതാകുന്നു. അവൻ വളരെ അഗ്രസീവും നെഗറ്റീവുമായി തീരുന്നു. അങ്ങനെയുള്ള കാരണങ്ങളാണ് ഇത്തരം ആക്രമണങ്ങൾക്കും മരണങ്ങൾക്കും ഒക്കെ കാരണം. ചിന്തിക്കുക, എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക.